ആദ്യം ബൈജൂസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആരെയും അസൂയപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന ഉയർച്ചയിലേക്ക് എത്തിയ ഒരാളാണ് ബൈജൂസ് രവീന്ദ്രനും അതുപോലെ തന്നെ ബൈജൂസ് സ്ഥാപനവും. ഇന്നലെ അദ്ദേഹത്തിനെതിരെ ED ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരുന്നു. വിദേശ നാണ്യ ലംഘനം, ചട്ടലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു സർക്കുലർ ഇറക്കിയത്. ഇന്ന് വരുന്നൊരു വാർത്ത ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ ഇന്ത്യ വിട്ടു എന്നതാണ്. EDയുടെ നോട്ടീസ് നിലനിൽക്കെ നാടുവിടണമെങ്കിൽ അറിയിക്കണം എന്നൊരു നിർദ്ദേശം നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു നാടുവിടൽ ഉണ്ടായിരിക്കുന്നത്. ദുബായിലേക്ക് കടന്നു എന്നാണ് സൂചന. വിനയ് ഉണ്ണി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. വിനയ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ബൈജു രവീന്ദ്രനെതിരെ ED ലുക്കൌട്ട് സർക്കുലർ നിലനിൽക്കുകയാണ്. ഇപ്പോൾ അതിന്റെ സ്ഥാപകനായ ബൈജൂസിന്റെ സ്ഥാപകനായ ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് കടന്നായുള്ള വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ബൈജുവിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. 9,362 കോടി രൂപയുടെ വിദേശ നാണ്യചട്ടം ലംഘനം നടത്തിയെന്നായിരുന്നു ആരോപണം. ഇതിന് മേലാണ് ED ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻസ് വഴി ഇദ്ദേഹത്തിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. പക്ഷേ ഈ ലുക്കൌട്ട് നോട്ടീസ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ബൈജു രവീന്ദ്രൻ ദുബായിൽ കടന്നുവെന്നാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. ഇന്നത്തെ കമ്പനിയുടെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗിൽ ബൈജു രവീന്ദ്രൻ പങ്കെടുക്കില്ലെന്നും വിവരം ലഭിക്കുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് ഇന്ന് ഈ കമ്പനിയുടെ ഈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നടക്കേണ്ടത്. നേരത്തെ ബൈജു ഇന്ത്യ വിട്ടാൽ അറിയിക്കണമെന്ന് ED നോട്ടീസ് നൽകിയിരുന്നു. ഇത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് കടന്നത് എന്നാണ് നിഗമനം. അന്ന് പക്ഷേ രാജ്യം വിടുന്നതിന് ബൈജുവിന് ഏതെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത. എന്തായാലും ബൈജു ദുബായിലാണെന്നും ഇന്ത്യയിലേക്ക് തിരികെ വരില്ല എന്നുമാണ് ഇപ്പോൾ വിവരം. എന്തായാലും EDയുടെ ലുക്കൌട്ട് നോട്ടീസ് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9,362 കോടി രൂപയുടെ വിദേശ നാണ്യചട്ടം ലംഘിച്ചു എന്നുള്ളൊരു ആരോപണവും EDയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉയർന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ബൈജു രവീന്ദ്രൻ രാജ്യം വിട്ടുപോയതായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. ശരി വിനയ്, ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് കടന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ.